ഉത്തരകേരളം വീണ്ടും ഒരു തെയ്യക്കാലത്തിന്റെ ചിലമ്പൊലികളിലേക്കാണ്. ചെണ്ടമേളവും തോറ്റമ്പാട്ടും ഗ്രാമ തിരുമുറ്റങ്ങളെ ഭക്തി നിർഭരമാക്കും. തുലാം 10 കാവുകൾ ഉണരുകയായി. ചെണ്ടമേളത്തിനൊത്ത് തോറ്റമ്പാട്ടും വരവിളിയും ഉയരുമ്പോൾ തെയ്യങ്ങൾ വരപ്രസാദമായി നൽകുന്ന മഞ്ഞൾക്കുറി ഏറ്റുവാങ്ങി അനുഗ്രഹമൊഴികൾ കേട്ട് മനസ്സ് ധന്യമാക്കുവാനായി പതിനായിരങ്ങളായ വിശ്വാസികൾ വടക്കേ മലബാറിലെ കാവുകളിലും കോട്ടങ്ങളിലും ദേവസ്ഥാനങ്ങളിലും തറവാട് തിരുമുറ്റങ്ങളിലും ഒത്തുചേരും. കുലദേവതമാരായ തെയ്യങ്ങൾക്ക് മുന്നിൽ ദർശനം തേടുന്ന കളിയാട്ടക്കാലത്തിലേക്ക് വടക്കേ മലബാറിലെ തിരുമുറ്റങ്ങൾ ചിലമ്പിട്ടുണരുകയായി. തുലാപ്പത്തിന് കാവുകളിലും ദേവസ്ഥാനങ്ങളിലും കാലിച്ചാനൂട്ടും പുത്തരിയും നടക്കുന്നതോടെയാണ് അനുഷ്ഠാന വിശുദ്ധിയോടെ തെയ്യക്കാലം തുടങ്ങുന്നത്. ശൈവ വൈഷ്ണവ ചൈതന്യങ്ങളും വീരന്മാരും മന്ത്രമൂർത്തികളും നാഗദേവതമാരും പുലിദൈവങ്ങളുമെല്ലാം ഉറഞ്ഞാടി അനുഗ്രഹം ചൊരിയുന്ന തെയ്യക്കാലം. അണിയലങ്ങൾ ഒരുക്കി കോലധാരികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പഴയതിൽ നിന്ന് ഒരു 10-50 കൊല്ലത്തിൽ അപ്പുറം ഉണ്ടായിരുന്നതിന് ഒരുപാട് മാറ്റങ്ങൾ ഈ തെയ്യരംഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എൻ്റെ അനുഭവം കൊണ്ട് പറയാനുള്ളത്. അണിയലങ്ങളെ ഒരുക്കലെല്ലാം അന്തിമഘട്ടത്തിലെത്തിയ അണിയലൊരുക്കൾ ഇപ്പോൾ ഒരു ഏതായാലും 4 ദിവസം ഇല്ലു. അത്ര വരെ കുഴഞ്ഞിരുന്നിട്ട് എടുക്കണം, എന്നാലേ തീരും. പിന്നെ ഞാൻ വളരെ ചെറുപ്പത്തിലെ അണിയലെല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന. ഇപ്പം ഞാനിപ്പോൾ കിട്ടുന്ന എൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ഓരോരോ ഇപ്പം ഈ ചാവണ്ടി മേലെ ഒരു 3 സെറ്റ് സാധനമുണ്ട്. അതുപോലെ പരിധിവത്തിൽ കിട്ടും. അപ്പം ചെറുപ്പത്തിലേ ഞാൻ അരിഞ്ഞിട്ട് ഒരിക്കലും ചെയ്യുന്നത്. മഞ്ഞളും മനയോലയും ചായില്യവും കൊണ്ടുള്ള മുഖത്തെഴുത്തും ചെമ്പട്ടുടയാടകളും കുരുത്തോല കൊണ്ടുള്ള അലങ്കാരങ്ങളും തെയ്യങ്ങളുടെ ദൈവിക ഭാവങ്ങളെ പൂർണ്ണതയിലെത്തിക്കുന്നു. തുലാപ്പത്തിന് തുടങ്ങുന്ന തെയ്യാട്ടം ഇടവമാസം വരെ നീളും. അമൃത ന്യൂസ്, കാസർഗോഡ്.